സ്പെഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് ഫാക്ടറൈസേഷൻ പാർട്ട് 2 സ്പെഷ്യൽ പ്രൊഡക്ട്സ്. നമ്മൾ കഴിഞ്ഞതിൽ ചില ഐഡൻറ്റിറ്റികളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ഐഡൻറ്റിറ്റികൾ വെച്ച് എങ്ങനെയാണ് ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഏതായാലും അതിൻ്റെ ചെറിയ വിശദീകരണങ്ങളിൽ കൂടെ നോക്കാം. ഫൈൻഡ് ദ ഫോളോവിങ് പ്രൊഡക്ട്സ് 2a + 3b ഹോൾ സ്ക്വയർ. നമുക്കറിയാം a + b ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു രൂപത്തിലുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് പരിചയപ്പെടുന്നത് ടു എ പ്ലസ് 3b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ പ്ലസ് 2 × 2a + 3b + 3b ഹോൾ സ്ക്വയർ. നമുക്കറിയാം a + b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab + b സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 2a + 3b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ പ്ലസ് 3 പ്ലസ് 2 × 2ab ഉള്ള സ്ഥാനത്താണ് 2 × 2a × 3b എന്ന് വരുന്നത് പ്ലസ് 3b ഹോൾ സ്ക്വയർ. എൻ്റെ റിസൾട്ട് വരുമ്പോൾ പ്രൊഡക്റ്റ് റിസൾട്ട് വരുമ്പോൾ 2a ഹോൾ സ്ക്വയർ നമുക്കറിയാം. 2a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4a സ്ക്വയർ ആണ്. 2 × 2a × 3 2 × 3 ഈസ് ഈക്വൽ ടു 6 × 2 ഈസ് ഈക്വൽ ടു 12ab ആണ് ആൻസർ വരുന്നത് പ്ലസ് 9b സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഈ ഒരു പ്രക്രിയ വളരെ എളുപ്പത്തിൽ വളരെ സുഖമായി ചെയ്യാൻ പറ്റും. യൂസിങ് സ്പെഷ്യൽ പ്രൊഡക്റ്റ് ടു ഇത് പറഞ്ഞ രണ്ടാമത്തത് വീക്ക് 3/2a - 6b ഹോൾ സ്ക്വയർ. നമുക്കറിയാം a - b ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ a സ്ക്വയർ - 2ab + b സ്ക്വയർ ആണ് രണ്ടാമത്തെ ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ പ്രകാരം ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അപ്പോൾ 3/2a ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/4a ഹോൾ സ്ക്വയർ ആണ്. 3/2a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ /2 സ്ക്വയർ ആണല്ലോ, പിന്നെ a സ്ക്വയർ ആണല്ലോ. 9/4 ഹോൾ സ്ക്വയർ 3/2a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ 9/4a സ്ക്വയർ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസറായി വരുന്നത്. പിന്നെ -3/2 × 3/2a × 6b ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ -18ab ആണ്. 6b ഹോൾ സ്ക്വയർ 6b × 6 സ്ക്വയർ ഈസ് ഈക്വൽ ടു 36 ആണല്ലോ. അപ്പോൾ 36b സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഐഡൻറ്റിറ്റി പ്രകാരമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐഡൻറ്റിറ്റികൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മറ്റുള്ള കണക്കുകളൊക്കെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു മെത്തേഡുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. രണ്ട് ഐഡൻറ്റിറ്റികളാണ് പ്രധാനമായും നമ്മളിപ്പോൾ ഇന്ന് വിശദീകരിച്ചത്. ഒന്ന് ഫസ്റ്റ് ഐഡൻറ്റിറ്റി ആയ a + b ഹോൾ സ്ക്വയർ, അതിൻ്റെ a സ്ക്വയർ പ്ലസ് 2ab + b സ്ക്വയർ ആണ്. രണ്ടാമത്തേത് a - b ഹോൾ സ്ക്വയർ ആണ്, a സ്ക്വയർ - 2ab + b സ്ക്വയർ ആണ്. ഓക്കെ, ഈ ഐഡൻറ്റിറ്റി വെച്ച് മറ്റ് സാധാരണ കാര്യങ്ങളൊക്കെ സംഖ്യകളൊക്കെ ന്യൂമറിക്കൽസ് നമ്പേഴ്സ് സാധാ നമ്പേഴ്സൊക്കെ എങ്ങനെ ഐഡൻറ്റിറ്റി വെച്ച് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. 101 × 101 ആണ്. നമുക്കറിയാം സാധാരണഗതിയിൽ ഈ 101 × 101 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് അധികം ടാസ്ക്കാണ്. അപ്പോൾ നമുക്കിത് ഈ ഐഡൻറ്റിറ്റി വെച്ച് ചെയ്യുമ്പോൾ വളരെ സുഖമാണ്. നമുക്കറിയാം 100 + 1 ഹോൾ സ്ക്വയർ ആണ്. ഈ 100 × 1 × 100 × 1 100 സ്ക്വയർ ആണല്ലോ. 101 സ്ക്വയർ ആണ്. 101 സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 + 1 ഹോൾ സ്ക്വയർ ആണ്. 100 + 1 ഹോൾ സ്ക്വയർ നമ്മൾ a + b ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് ഇതിനെ മാറ്റിക്കഴിഞ്ഞ് നമുക്കറിയാം ആ ഐഡൻറ്റിറ്റി പ്രകാരമായിട്ടുണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ a + b ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ a സ്ക്വയർ പ്ലസ് 2ab + b സ്ക്വയർ ആണ്. b സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 100 സ്ക്വയർ പ്ലസ് 2 × 100 × 1 പ്ലസ് 1 സ്ക്വയർ. 100 സ്ക്വയർ ആകുമ്പോൾ 10,000 + 200 + 1 then the answer is 10,201. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇത് കൊടുത്തിട്ടുള്ള നമ്മൾ രണ്ടാമത്തെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് 98 × 98. അപ്പം നമുക്ക് a - b ഹോൾ സ്ക്വയർ പ്രകാരം ഇത് ചെയ്യാം. a - b ഹോൾ സ്ക്വയർ പ്രകാരം ആകുമ്പോൾ 100 - 2 ഹോൾ സ്ക്വയർ ആണ്
നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഒരു ഉദാഹരണം നമ്മൾ കൊടുത്തിട്ടുണ്ട് 100 - 2 ഹോൾ സ്ക്വയർ. 100 - 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 - 2 ആണ് 98 എന്നുള്ളത്. അപ്പോൾ 98 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 - 2 സ്ക്വയറിനോട് ഈക്വലാണ്. ഈ 100 - 2 ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് നമ്മളിതിനെ മാറ്റിയിട്ടുള്ളത് ഒരു സുഗമമായി ചെയ്യുന്നതിന് വേണ്ടിയാണ്. a - b ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി രൂപത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടിയാണ് 98നെ നമ്മൾ 100 - 2 എന്നുള്ള രൂപത്തിലേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ 100 - 2 ഹോൾ സ്ക്വയർ, അപ്പോൾ a - b ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്, ഈ രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ a - b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ ആണല്ലോ. അപ്പോൾ 100 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 100 ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ ആൻസർ 10,000 മൈനസ് 400 പ്ലസ് 4 ആണ് ആൻസർ വരിക. Then answer is 9600 not 4 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. 68 × 72 ആണ്. 68 × 72 നമുക്ക് പ്രത്യേകിച്ച് ഒരു കോമൺ ആയ രീതിയിലേക്ക് പിന്നെ a + b ഹോൾ സ്ക്വയറിലേക്കോ a - b ഹോൾ സ്ക്വയറിലേക്കോ രണ്ടിലേക്കോ നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ്, നമുക്ക് മറ്റൊരു മൂന്നാമത്തെ ഐഡൻറ്റിറ്റി a + b × a - b എന്നുള്ള രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്കറിയാം 68 × 78 നമ്മൾ 68നെ 70 - 2 എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് എഴുതാം. 70 - 2 = 68 ആണല്ലോ. അതുപോലെ 72 എന്ന് പറഞ്ഞാൽ 70 + 2 70 + 2 ആണല്ലോ 72. അപ്പോൾ 70 - 2 × 70 + 2, അപ്പോൾ ഇത് a + b × a - b എന്നുള്ള രൂപത്തിലേക്കായി. a + b × a - b = a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണ് എന്ന് നമ്മൾ മുമ്പുള്ള ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ a + b × a - b = a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ആ ഐഡൻറ്റിറ്റി പ്രകാരം കിടക്കുന്ന ഇതിന് നമുക്ക് a-ൻ്റെ സ്ഥാനത്ത് വരുന്നത് 70, ബീൻ്റെ സ്ഥാനത്ത് വരുന്നത് 2 ആണല്ലോ. 70 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആണ് നമുക്ക് കാണിക്കാനുള്ളത്. പിന്നെ a സ്ക്വയർ മൈനസ് b സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വരുന്നത് 70 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആണ്. അപ്പോൾ 70 സ്ക്വയർ ഈസ് ഈക്വൽ ടു 70 എന്ന് പറഞ്ഞാൽ 4900 മൈനസ് 4 ഈസ് ഈക്വൽ ടു 4896 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റികൾ ഉപയോഗിച്ച് നമുക്ക് സാധാരണയുള്ള സംഖ്യകൾ ഗുണിക്കലും ഒക്കെ വളരെ സുഗമമായ രൂപത്തിൽ നമുക്ക് നിത്യോപയോഗത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഐഡൻറ്റിറ്റികളൊക്കെ പ്രധാനമാണ്, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായ ഐഡൻറ്റിറ്റികളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.